അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ദുൽഹിജ്ജ 10 ജംറയിലെ ഏറി കഴിഞ്ഞാൽ ക്രമമനുസരിച്ച് നടത്തേണ്ട കാര്യം ബലിയറുക്കലാണ്. അത് കഴിഞ്ഞ് പിന്നീട് മുടിയെടുക്കുക. ഹാജിക്ക് പെരുന്നാൾ നമസ്കാരവും ഒന്നുമില്ല. അദ്ദേഹം ഹജ്ജിൻ്റെ കർമ്മങ്ങൾ മാത്രം ദുൽഹിജ്ജ 10 ചെയ്താൽ മതി. ഈ ബലിയറുക്കുക എന്നത് ഒരു വലിയ പുണ്യകർമ്മമാണ്. ഇസ്ലാമിൽ ഖുർആനിൽ ധാരാളം അത് പരാമർശിച്ചിട്ടുണ്ട്. റസൂൽ അതിൻ്റെ സുന്നത്തുകൾ പറഞ്ഞിട്ടുണ്ട്. നാട്ടിൽ താമസിക്കുന്നവർക്കും ബലി പെരുന്നാൾ എന്ന് പറഞ്ഞാൽ ബലിയെറുക്കാനുള്ള പെരുന്നാളെന്നാണ്. ഈദുൽ അദ്ഹ, ഹജ്ജിന് വരുന്ന ആളുകളും പറഞ്ഞു. ലക്ഷക്കണക്കിന് ആളുകൾ അവിടെ ബലി നൽകുന്നു. വളരെ പോഷകസമൃദ്ധമായ ഒരാഹാരം ഒരുപാട് ആളുകൾക്ക് ലോകത്തിൻ്റെ നാനാഭാഗത്തും ലഭിക്കുന്നു. ദരിദ്രരായ ആളുകൾക്കും അല്ലാത്തവർക്കുമൊക്കെ സുഭിക്ഷമായി കഴിക്കാനുള്ള ആഹാരം ബലി മുഖേന നടക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ ചില ആളുകൾ പ്രചരിപ്പിക്കുന്നത് പോലെ ഇതൊരു ക്രൂരകൃത്യമല്ല, ഒരു പുണ്യകർമ്മമാണ്. സുഭിക്ഷമായിട്ട് ആഹാരം സൗജന്യമായിട്ട് നല്ല പോഷകസമൃദ്ധമായ ഒരു ആഹാരം ലഭിക്കാനുള്ളൊരവസരമാണ്. അതാണ് ബലിയുടെ പൊതുതത്വം. ഹജ്ജിലെ ബലിയും ഫലത്തിൽ അങ്ങനെ തന്നെയാണ്. 25 ലക്ഷം ആളുകളാണ് ഒരു വർഷം ഹജ്ജിന് വരുന്നത്. അവരൊക്കെ ആടിനെ അറുക്കും, അല്ലെങ്കിൽ ഒട്ടകത്തെ അറുക്കും. അറുക്കേണ്ട ഇതിൻ്റെ ക്രമം റസൂൽ പറഞ്ഞു തന്നിട്ടുള്ളത്, ദുൽഹിജ്ജ 10 ജംറയിൽ എറിഞ്ഞാൽ അയാളുടെ അറുക്കുന്ന സമയമായി. റസൂൽ ഉച്ചക്ക് മുമ്പാണ്, മധ്യാഹ്നത്തിന് മുമ്പായിട്ടാണ് റസൂൽ ബലി അറുത്തിരുന്നത്. ഒട്ടകത്തെയാണ് അറുക്കുന്നതെങ്കിൽ, മാടുവർഗത്തിലുള്ളതിനെയാണെങ്കിൽ 7 പേർക്കതിൽ പങ്കുചേരാം. ആടാണെങ്കിൽ ഒന്നിനെ ഒരാൾ തന്നെ അറുക്കണം. അറുക്കേണ്ടത് സ്വന്തമായിട്ട് അറുക്കാൻ കഴിയുമെങ്കിൽ അങ്ങനെ തന്നെയാണ് അറുക്കേണ്ടത്. ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ ആദാ ലക്ക ഒമിൻക എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള പ്രാർത്ഥനയോടുകൂടിയാണ് ആ ബലി അറുക്കേണ്ടത്. ചെരിച്ച് കിടത്തി വലതുകാലം അതിൻ്റെ പുറത്ത് കയറ്റി വെച്ച് കയറുന്ന റസൂൽ അറുത്തിരുന്നത്. ആ രീതിയിൽ നമ്മൾക്ക് അറുക്കാം. ഈ മിനയിൽ എവിടെ വെച്ചും അറുക്കാം എന്ന റസൂൽ, മൻഹർ എല്ലാം അറുക്കാനുള്ള സ്ഥലമാണ്. എവിടെ വെച്ചും അറുക്കാം, ഓരോ മലയിടുക്കിലും വെച്ച് അറുക്കാം. പക്ഷേ ഇപ്പോഴങ്ങനെയൊന്നും അത് പറ്റില്ല. കാരണം ഇത്രയും ആളുകൾ സമ്മേളിക്കുന്നൊരു സ്ഥലത്ത് അവിടെയും ഇവിടെയും ഒക്കെ ഇരുന്ന് ബലിയറുത്ത് രക്തവും കാഷ്ടവും ഒക്കെ അവിടെയും ഇവിടെയൊക്കെ ആകുന്നത് വളരെ പ്രയാസങ്ങൾ സൃഷ്ടിക്കും. ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കും, മറ്റു പ്രശ്നങ്ങളും. അപ്പോൾ സൗദി ഗവൺമെൻറ് അതിനു വേണ്ടി ഒരു മൻഹർ അറുക്കാനുള്ള സ്ഥലം ഏരിയ തിരിച്ചു വെച്ചിട്ടുണ്ട്. ആ ഏരിയയിൽ പോയാൽ നമ്മൾക്ക് അറുക്കാം. മല കയറി അപ്പുറം കുറച്ച് ദൂരം നടന്നു പോകേണ്ടതുണ്ട്. അവിടെ ചെന്ന് നമ്മൾക്ക് സൗകര്യം പോലെ ബലിയെറുക്കാം. പക്ഷെ എല്ലാ ആളുകൾക്കും അവിടെ ചെന്ന് ബലിയെറുക്കാൻ കഴിയണമെന്നില്ല. പല കാരണങ്ങളാൽ കഴിയണമെന്നില്ല. അപ്പോൾ അതിന് നമുക്ക് മറ്റാരെങ്കിലും ചുമതലപ്പെടുത്താം. ആ ചുമതലപ്പെടുത്താൻ സൗദി ഗവൺമെൻറ് തന്നെ ഏർപ്പെടുത്തിയിട്ടുള്ള മാർഗം, അവിടെയൊക്കെ ബലിമൃഗത്തിൻ്റെ പണം അടക്കാനുള്ള കൗണ്ടറുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഈ IDB ഇസ്ലാമിക് ഡെവലപ്മെൻറ്റ് ബാങ്ക്, അൽറാജി ബാങ്കൊക്കെ അതിനൊക്കെ ആയിട്ട് സഹകരിച്ചു കൊണ്ടുള്ള ഒരു സംവിധാനം അവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. മക്കയിലുണ്ട്, മിനയിലുണ്ട്. അവിടെ പലയിടങ്ങളിലും അതിൻ്റെ കൗണ്ടറുകൾ കാണാം. അവിടെ ഇങ്ങനെ നിരന്തരം അനൗൺസ് ചെയ്തുകൊണ്ടിരിക്കും. അതിൻ്റെ ബലിയുടെ ക്യാഷ് എത്രയെന്ന് പറഞ്ഞിരിക്കും. അതൊക്കെ നോക്കിയിട്ട് നമ്മളവിടെ ക്യാഷ് അടച്ചു കൊടുത്താൽ, റിയാൽ അടച്ചു കൊടുത്താൽ നമ്മൾക്ക് വേണ്ടി അവർ ബലിയെറുക്കും. ഇല്ലെങ്കിൽ ആ ക്യാഷ് റെസിറ്റും കൂപ്പണുമായിട്ട് നമ്മൾക്ക് ചെന്നാൽ നമ്മൾക്ക് വാങ്ങി അറുക്കാം, മാംസം വാങ്ങി പോരാം, ഒക്കെ ചെയ്യാം. അപ്പോൾ നമ്മൾ അവരെ ചുമതലപ്പെടുത്തി അവരറുക്കുന്നു എന്നതിൻ്റെ അർത്ഥം നമ്മൾ ബാധ്യത ഒഴിവാക്കി, ഭാരം ഒഴിവാക്കി എന്നല്ല. മറിച്ച് അത്രേ നമ്മൾക്ക് സൗകര്യമുള്ളൂ. നമ്മൾക്ക് കഴിയാത്ത കാര്യം അവരെ ചുമതലപ്പെടുത്തുന്നു. അവർ നമ്മൾക്ക് വേണ്ടി അള്ളാഹുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥനയോടുകൂടി അതറുക്കുന്നു. നമ്മളെ സംബന്ധിച്ച് ഈ ജംറയിലെറിയുക, ബലിയെറുക്കുക എന്ന കർമ്മം ജംറയിലെറിഞ്ഞ് നമ്മൾ ആ നിയ്യത്തോടു കൂടി പണം അടച്ചിട്ടുണ്ടെങ്കിൽ പിന്നീട് ബലി നടന്നതായിട്ടാണ് നമ്മൾ പരിഗണിക്കേണ്ടത്. എൻ്റെ റെസീറ്റിന് അർത്ഥം എന്ന് ചോദിക്കേണ്ടതില്ല. ലക്ഷക്കണക്കിന് അറുക്കുന്ന കൂട്ടത്തിൽ നമ്മുടെ ബലി നടന്നതായിട്ട് നമ്മൾക്ക് പരിഗണിക്കാം. അതിൻ്റെ മാംസം കഴിക്കുന്നത് പുണ്യമാണ്, നല്ലതാണ്. സൗകര്യപ്പെടുമെങ്കിൽ അത് എത്തിച്ച് കഴിക്കുന്നതൊക്കെ നല്ല കാര്യങ്ങളാണ്. അതാണ് ബലിയെറുക്കുക. ഇനി അതിൻ്റെ കൂടെ തന്നെ ഉള്ളൊരു സംഗതിയാണ്, ഓർക്കേണ്ട ഒരു സംഗതിയാണ്, ചില ആളുകൾ ഈ ദുൽഹിജ്ജ 10, 11, 12, 13 ദിവസങ്ങളിലാണ് ബലിയുടെ ദിനം. ആ 3 ദിവസങ്ങൾ കഴിഞ്ഞാൽ നമ്മൾക്ക് ബലിയെറുക്കാൻ പറ്റില്ല. അതാണ് ബലിയുടെ ദിനമായിട്ട് നിശ്ചയിച്ചിട്ടുള്ളത്. ചില ആളുകൾ, ഹജ്ജിന് വരുന്ന ആളുകൾ, ചില അമീറന്മാർ തെറ്റിദ്ധരിപ്പിക്കുന്നത് കൊണ്ടോ ഹജ്ജ് ഗ്രൂപ്പിൻ്റെ മുതലാളിമാർ മുതലെടുക്കുന്നത് കൊണ്ടോ മക്കയിൽ എത്തിയ നാൾ മുതൽ തന്നെ അറുക്കാം എന്ന് പറയും. ചില അമീറന്മാർ അങ്ങനെ നിർദ്ദേശിക്കുകയും ചെയ്യും.
അതിൻ്റെ ലാഭം ഹജ്ജ് മുതലാളിക്ക് മാത്രമാണ്. നേരത്തെ മക്കയിൽ താമസിക്കുന്ന ഒഴിഞ്ഞ സമയത്തൊക്കെ നിങ്ങളുടേത് ഇപ്പോൾ തന്നെ അറുത്തോളൂ, 1, 2, 3 അറുപ്പിക്കുകയും അറുത്ത് അതിൻ്റെ മാംസം അവർക്ക് തന്നെ കൊടുക്കുകയും ആ ഹജ്ജ് ഗ്രൂപ്പുള്ളവരൊക്കെ അത് കഴിക്കുകയും ചെയ്യാറുണ്ട്. അതൊരു തട്ടിപ്പാണ്, അത് ശരിയായ രീതിയല്ല. ചില ആളുകൾ മിനയിൽ അറുക്കാതെ നാട്ടിൽ വെച്ച് അറുക്കാമോ എന്ന് ചോദിച്ചുകൊണ്ട് നാട്ടിലേക്ക് നീട്ടി വെക്കുന്നു. ഇതും ശരിയായ നിലപാടല്ല. അവിടെയാണ് അറുക്കേണ്ടത്, മൻഹർ അവിടെയാണ്. ചില ആളുകൾക്ക് കാശില്ലാത്തത് കൊണ്ട് മറ്റു കാരണം കൊണ്ട് അറുക്കാൻ കഴിയാതെ പോയാൽ ഖുർആൻ പറയുന്നത് അവർ മിനയിൽ വെച്ച് മക്കയിൽ വെച്ച് 3 നോമ്പെടുക്കുക, പിന്നെ 7 നാട്ടിൽ വന്നിട്ട് നോമ്പെടുക്കുക, അങ്ങനെ പൂർണ്ണമായ 10 നോമ്പെടുത്തുകൊണ്ട് പകരം ചെയ്യേണ്ടതാണ്. ഇതൊക്കെയാണ് ബലിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. ആ ബലിയുടെ മാംസം നമ്മൾ അറിയേണ്ട ഒരു സംഗതി, വളരെ ഫലപ്രദമായ രീതിയിൽ സൗദി ഗവൺമെൻറ് ഉത്തരവാദിത്വത്തോടു കൂടി ആവശ്യക്കാരിലേക്ക് എത്തിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ കഷ്ടപ്പെടുന്ന പല ആളുകളും ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും മുസ്ലിം രാജ്യങ്ങളിലുണ്ട്, പല രാജ്യങ്ങളിലുണ്ട്. ഇപ്പോൾ ഫലസ്തീൻ പോലെയൊക്കെയുള്ള പ്രശ്നങ്ങൾ വീണ്ടും വരികയാണ്. ഇവർ ഈ മാംസം ചെയ്യുന്നത്, സൗദി ഗവൺമെൻറ് ചെയ്യുന്നത്, അത് സ്റ്റെറിലൈസ് ചെയ്ത് അണുവിമുക്തമാക്കി ശീതീകരിച്ച് നന്നായി പാക്ക് ചെയ്ത് ഫ്ലൈറ്റ് വഴിയും കപ്പൽ വഴിയുമൊക്കെ ഇങ്ങനെയുള്ള ആവശ്യക്കാരായ രാജ്യങ്ങളിലെ ആളുകളിലേക്ക് സൗജന്യമായിട്ട് എത്തിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അത് എത്തിച്ചു കൊടുത്ത് അവിടെ വിതരണം ചെയ്യാൻ ആവശ്യമായ പൈസ അടക്കം ബലിമൃഗത്തിൻ്റെ കൂടെ നമ്മോട് വാങ്ങുന്നുണ്ട് അവർ. അതൊക്കെ അപ്പോൾ നമ്മളുടെ ചെലവിൽ തന്നെയാണ്. നമ്മൾക്ക് പുണ്യം സമ്പാദിക്കാനുള്ള വലിയ സന്തോഷമായി കാണേണ്ട ഒരു കാര്യമാണ്. നമ്മളുടെ ചെലവിലാണ് ഈ ദരിദ്ര രാജ്യങ്ങളിലേക്കൊക്കെ മാംസം എത്തുന്നത് എന്നുള്ളത് സന്തോഷകരമായ ഈ വിശ്വാസവർദ്ധനവിനാകുന്ന ഒരു കാര്യവും കൂടിയാണ്. അതാണ് ബലിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. ബലി അറുക്കുക, ബലി തമത്തുവായി ഹജ്ജ് ചെയ്യുന്ന ആൾ ബലി അറുക്കണം, ഖിറാനായിട്ട് ഹജ്ജ് ചെയ്യുന്ന ആൾ ബലി അറുക്കണം, ഇഫ്രാദായിട്ട് ഹജ്ജ് മാത്രം ചെയ്യുന്ന ആളെ ബലിയിൽ നിന്ന് ഒഴിവുള്ളൂ. ചില ആളുകൾ വലിയൊരു എന്തോ ഒരു വേണ്ടാത്ത കാര്യമാണ് എന്ന നിലക്ക് അത് ഒഴിവാകാൻ വേണ്ടി ഇഫ്രാദ് മാത്രം ആക്കുന്നുണ്ട്. അതൊന്നും ശരിയായൊരു സമീപനമല്ല. ഇനി ബലി അറുത്ത് കഴിഞ്ഞാൽ, അടുത്തതായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ബാക്കി നിൽക്കുന്നത് മുടിയെടുക്കലാണ്. മുടിയെടുക്കുന്നതോടുകൂടി ഹജ്ജിൽ നിന്ന് നമ്മൾ 1-ാം ഘട്ടം പൂർത്തിയായി. അത് മുടിയെടുക്കുന്നത് നമ്മൾ നേരത്തെ ഉംറയിൽ പറഞ്ഞതുപോലെ എല്ലാ ഭാഗത്തു നിന്നും മുടിയെടുക്കുക, സ്ത്രീകൾ അവരുടെ മുടിയിൽ അല്പം വെട്ടി മുറിച്ച് ഒഴിവാക്കുക. അതോടുകൂടി ഹജ്ജിൻ്റെ 1-ാം ഘട്ടം പൂർത്തിയായി. ഇനി ബാക്കി നിൽക്കുന്നത് തവാഫും സഴിയുമാണ്. അത് നമുക്ക് അന്ന് ചെയ്യാൻ കഴിയുമെങ്കിൽ ചെയ്യാം, ഇല്ലെങ്കിൽ അടുത്ത ദിവസങ്ങൾ സൗകര്യം പോലെ ചെയ്യാം. പക്ഷെ അന്ന് ചെയ്യാൻ ശ്രമിക്കുന്നത് ആരോഗ്യമുള്ളവർക്ക് നടക്കുന്ന കാര്യമാണ്. ആരോഗ്യം കുറഞ്ഞ ആളുകളെ സംബന്ധിച്ച് അല്പം പ്രയാസം ഉണ്ടാകും. അത് യുക്തം പോലെ സൗകര്യം പോലെ അവരന്ന് ചെയ്യേണ്ടതാണ്. ഈ 1-ാം ഘട്ടം പൂർത്തിയാകുന്നതോടുകൂടി ഈ ഏതെങ്കിലും 3 കർമ്മങ്ങൾ നിർവഹിക്കുന്നതോടുകൂടി ഹാജിക്ക് അയാളുടെ ഇഹ്റാമിൻ്റെ ഡ്രസ്സ് മാറാം. അതുവരെ തെൽബിയത്ത് ചെല്ലണം. ജംറയിൽ എറിയുന്നവരെയും തെൽബിയത്ത് ചെല്ലണം. 10ൻ്റെ അന്ന് ജംറയിൽ എറിഞ്ഞ ശേഷം തെക്കിബീറുകളാണ്, പെരുന്നാൾ ദിവസമാണ്, തെക്കിബീറുകൾ ചെല്ലണം. ഇതൊക്കെ ചെയ്യണം. ആ 3 കർമ്മങ്ങൾ നിർവഹിച്ചു കഴിഞ്ഞാൽ ഹാജിക്ക് അയാളുടെ ഇഹ്റാമിൻ്റെ ഡ്രസ്സുകൾ മാറാം, സാധാരണ വസ്ത്രത്തിലേക്ക് മാറാം. ഇഹ്റാമിൽ നിഷിദ്ധമായ എല്ലാം അയാൾക്ക് അനുവദനീയമാകും. ഒന്ന് മാത്രം ബാക്കി നിൽക്കും, സ്ത്രീ പുരുഷ ശാരീരിക ബന്ധം ഹജ്ജ് പൂർണ്ണമായി നിർവഹിച്ചതിന് ശേഷം മാത്രമേ അനുവദിക്കുകയുള്ളൂ. അതുമാത്രമേ തടസ്സമുള്ളൂ. ബാക്കി എല്ലാ കാര്യങ്ങളും അവർക്ക് അനുവദനീയമാണ്.